ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഒരു ഇത് കണ്ടോ, ജെ ബി എല്ലിൻ്റെ ഒരു സബ് വൂഫറും ജെ ബി എല്ലിൻ്റെ ഒരു 10 ഇഞ്ചിൻ്റെ സബ് വൂഫറും പിന്നെ സോണിയുടെ 2 സ്പീക്കറും കൂടെ വെച്ച് ഒരു നല്ലൊരു ആംപ്ലിഫയർ, അതായത് ലോ പവർ കൺസെഷനിൽ നല്ല പവർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു നല്ല ആംപ്ലിഫയർ, ക്ലാസ് ഡി എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജിയിലുള്ള ആംപ്ലിഫയർ. അത് നമുക്ക് ഇന്നൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഒന്ന് നോക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഇത് പാർട്ട് 2 ആണ്. ഈ പവർ സപ്ലൈ എടുത്താണ് നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചത്. ഇത് 2 നിങ്ങൾക്ക് കാണാം, പുതിയൊരു പവർ സപ്ലൈ. അപ്പോൾ നമ്മൾ മുമ്പേ കൊടുത്ത ഈ പവർ സപ്ലൈ ആണെങ്കിൽ ഇത് നമ്മൾ ഇവിടെ LED-ക്കൊക്കെ കൊടുക്കുന്ന ഒരു പവർ സപ്ലൈ ഉണ്ട്, LED-ക്കൊക്കെ കൊടുക്കുന്നത്. ആ പവർ സപ്ലൈ എടുത്താണ് നമുക്കൊന്ന് കൊടുക്കാം. അതാകുമ്പോൾ പിന്നെ വേറെ കവറിങ് ഒന്നും ആവശ്യമില്ല, ഫുൾ കവേർഡാണ്. AC കൊടുക്കുന്ന സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. വേറെ EDC പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പക്ഷെ അതിലും കുറച്ചുകൂടെ ബെറ്റർ വേറെ ഒരു സാധനമുണ്ട്, നല്ല ടൈറ്റായിട്ടുള്ള. അതാകുമ്പോൾ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും വരികയില്ല. പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെ ഒരു പിന്നുണ്ട്. ഇത് കൊടുക്കുമായിരിക്കും ബെറ്ററെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇച്ചിരി ഗേജുള്ള വയർ കൊടുക്കുക. ഇതിനൊക്കെ ഗേജ് തീരെ പോരാ, കുറച്ച് നേരത്തേനൊക്കെ ഓടിക്കാനേ ഉള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത് വളരെ അടുത്തും തീരെ പോരാ ഗേജ്. അപ്പോൾ ഇത് വേണ്ട, ഈ പരിപാടി വേണ്ടെന്ന് ഞാൻ വെക്കുക. ഞാൻ ആ പിന്നെ തന്നെ കൊടുക്കുക. ഇത് എൻ്റെ ഈ മുറുക്കുന്നൊക്കെ പോയതുകൊണ്ടേ അവനെ അഴിച്ച് നല്ല സോൾഡറൊക്കെ ചെയ്ത് അവിടുന്ന് വയറെടുത്തിട്ടെടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഞാൻ ആദ്യം ഇട്ട ഇതിന് നല്ല റെസ്പോൺസ് കിട്ടി. ഒരു 10K മേലുള്ള ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. 10-60 കമൻ്റ് ഇട്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടെ കിട്ടും, എന്താണ് ഇതിൻ്റെ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെ, എത്ര ഓംസിൻ്റെ സ്പീക്കർ കൊടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വിശദമായ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ ഈ വീഡിയോയും കൂടെ കഴിഞ്ഞിട്ടിടുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റും കൂടെ കണ്ടിട്ട് രണ്ടിൻ്റെയും കൂടെ കമൻറ്റ് ഒന്നിച്ച് നമുക്ക് മറുപടി ഞാൻ പറയും. തീർച്ചയായിട്ടും വരും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ മറുപടി വരും, നമ്പർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് ഇതിനകത്തെ പോരായ്മകൾ നിങ്ങൾ പറയുക, കമൻ്റ് ഇടുക, പ്രശ്നങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഉണ്ട്, എങ്ങനെയാണ് വരേണ്ടതെന്നും ഒക്കെ ഉണ്ട്. നമുക്കങ്ങനെ നോക്കാം. എൻ്റെ ലെൻസ് കൂടെ എടുത്ത് വെച്ചൂടെ. ഇത് ഇവിടുന്ന് സ്ക്രീൻ ആദ്യം ഇതെങ്ങനെയാണ് മുറുക്കുന്നതൊക്കെ നോക്കാം. നമ്മളും ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുക, വേറൊരു സ്പീക്കർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം. വിശദമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കേട്ടോ. ആയി, അടുത്തത് PCB എന്ന് പറഞ്ഞാൽ, ഇത് പണ്ടത്തെ PCB എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമല്ലേ. ഇതെന്ന് പറഞ്ഞാൽ മെറ്റലായി. PCB ശരിക്കും അലുമിനിയമാണ്, അലുമിനിയം മെറ്റലാണ്. മെറ്റലിലാണ് ഇതിൻ്റെ മണ്ടയിൽ PCB ശരിക്കും സ്പ്രേ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് ഈ ഓരോ സാധനവും ഈ മെറ്റലിലോട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര ഹീറ്റ് വന്നാലും ഈ സാധനം അബ്സോർവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ രീതിയിലുള്ള ഹീറ്റോ കാര്യങ്ങളൊന്നും വരികയില്ല. വേറെ ഹീറ്റ് സിങ്കൊന്നും അധികം കൊടുക്കണ്ട. പോരാത്തതിന് ഇതാണ്ട് ഒരു ഹീറ്റ് സിങ്ക് കൂടെ അവർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് സ്ക്രൂ ചെയ്ത്, മറ്റേ IC-ക്ക് വേണ്ടി. ഇനിയിപ്പം
അതിൻ്റെ പേരിലും പ്രശ്നമില്ല. പിന്നെ ഡബിൾ സൈഡ് പ്രിൻ്റാണ്, ടോപ്പിലും പ്രിൻ്റുണ്ട് അടിയിലും പ്രിൻ്റുണ്ട്. അതുകൊണ്ട് സോൾഡറിങ് ഡ്രൈ ആവുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോർഡാണ്. നല്ല സൂപ്പർ ബോർഡാണ്, കൊള്ളാം. എൻ്റെ പെർഫോമൻസ് ആദ്യം ബെറ്റർ. ഞാൻ പഠിച്ച് നോക്കിയായിരുന്നു, നല്ല പെർഫോമൻസാണ്. നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇത് 4 നമ്മൾ ഫിറ്റ് ചെയ്തു. പിന്നെ സപ്ലൈക്ക് നമ്മൾ ഇച്ചിരി വയറെടുക്കുകയാണ്. നമ്മളധികം ദൂരം ഇടുന്നില്ല, ഇത് അടുത്ത് തന്നെ മതിയല്ലോ, അത് ഒന്നിച്ച് തന്നെ ഇരുന്നോളും. അപ്പം ഇത്ര ഇട്ടാൽ മതിയായിരിക്കും അല്ലേ? ഇച്ചിരി ഗേജ് കുറവാണ്, ചില ഗേജുള്ള എടുത്താലോ. ഇതിരുന്നോട്ടല്ലേ ചുമരുന്നീര്. ആംബിയർ ഉള്ളതുകൊണ്ടാണ് ഗേജ് നമുക്ക് വേണ്ടി വരുന്നത്. ഗേജ് ഇല്ലെങ്കിൽ ആംബിയർ ട്രാൻസ്ഫർ ചെയ്യണം. സോണിയൊക്കെ ഇത് കൂട്ടൊരു ഇതിൽ ഗേജുള്ള ഒരു വയർ കൊടുക്കാത്തതുകൊണ്ട് 3-4 വയർ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ. ഒരേ സാധനം പാസ് ചെയ്യാൻ 4 വയർ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ലൂസ് ആഞ്ഞിട്ടാന്നൊക്കെ ഞാൻ ആദ്യകാലത്ത് ഓർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ആംബിയർ കിട്ടാൻ വേണ്ടി ഗേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമുക്ക് ഒന്ന് സോൾഡർ ചെയ്യുവാണെങ്കിൽ കുറച്ച് നീറ്റായിരിക്കും. നമുക്കൊരു കവറിൽ കൂടി ഇതിനെ കയറ്റാം. കവർ എടുക്കാം, ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കവർ ചുമ്മാ ഇടുന്നുള്ളൂ, ഒരു സേഫ്റ്റിക്ക് കേട്ടോ കയറ്റി. പിന്നെ അത് പോട്ടെ, അത് പിന്നെ കയറ്റാം. ഈ സ്ക്രൂ ചെയ്യുക എൻ്റെ അടിഭാഗം. ഇങ്ങനെ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മേളത്തെ കവർ, ഇത് അലുമിനിയം ഷീറ്റാണേ. എന്നാ ചൂട് വന്നാലും ഇതിലോട്ട് ഒബ്സർവ് ആയിക്കോളും. പണ്ടത്തെ പോലെ പെട്ടിയാക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല പെട്ടിക്കിട്ട് എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് ഉണ്ട്, ഇത് എയർ കയറി ഇറങ്ങിക്കോളും. വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. പിന്നെ ഒരു സ്ക്രൂ മിച്ചം ഇട്ടിട്ടുണ്ട്. 8 സ്ക്രൂ ശരിക്കും വേണ്ട, 9 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇനി സ്ക്രൂവിന് എന്തെങ്കിലും കുഴപ്പം വന്നാലും അത്ര അഡ്വാൻസാണ് ചൈനക്കാർ. അവരെ എന്നെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവരെ പോലെ നല്ലതാകുക എന്ന് മാത്രമേ നടക്കുകയുള്ളൂ. ഇന്ത്യക്കാരും ചൈനക്കാരെ കണ്ടുപിടിക്കുക, അവരെ പോലെ നമ്മൾ നല്ലതാകുക, അല്ലാതെ വേറെ യാതൊരു വഴിയില്ല മക്കളെ. അതാണ് സംഗതി. അപ്പോൾ ഇങ്ങനെ സ്ക്രൂ ഇട്ടു, അത് സെറ്റാക്കി, അത് മുറുകി ഉള്ള സ്ക്രൂ നമ്മളൊന്നുകൂടെ നോക്കി എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് സപ്ലൈക്കുള്ള സാധനം ഇതാണ്. സപ്ലൈ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് വെച്ച് വഴിയാണ്. ഇതിപ്പോൾ നമ്മളിതാണ് സപ്ലൈയുടെ കയറി വരുന്നില്ലല്ലോ. എന്താണ് ഇത്രയും വേണ്ട എനിക്ക് ഒട്ടും ആവശ്യമില്ല. അപ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണം. സത്യത്തിൽ ഇതായാലും അത് എഴുതിയിട്ടില്ല, ഇവിടെ ആയിരുന്നു എഴുതിയിരുന്നത്. ഒന്ന് അയ്യോ, അത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡ് പോസിറ്റീവ്, ഇത് കാണിച്ചേ ആണോ? ഇത് കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഈ സൈഡ് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവ്. അങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ മാക്സിമം കയറ്റാവുന്നതോളം കയറ്റി നമ്മൾ സ്ക്രൂ ചെയ്യണം. കാരണം പറഞ്ഞൊന്നും ഇനി പോരരുത്. അങ്ങനെ നമ്മൾ സ്ക്രൂ ചെയ്ത് എടുക്കണം. ചുമല കറക്റ്റായിട്ട് സ്ക്രൂവായി. നീല അത്രയും തന്നെ കയറിയിട്ടില്ല.
അതിൻ്റെ ഇത് കാണാൻ പാടില്ല, ഇടയ്ക്ക് ഇച്ചിരി നീല വ്യത്യാസമുണ്ട്. ഇത് തമ്മിലൊരു ഇച്ചിരി നീള വ്യത്യാസം അതിൻ്റെയാണ്. ഇപ്പോൾ അതിൻ്റെ സ്റ്റൂവൽഡ് വേണം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്സിജന് ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. റേറ്റ് നമുക്ക് ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ്. ഓൺലൈനിലെ റേറ്റ് അല്ല നമുക്ക് കടകളിൽ കിട്ടുന്നത്. ഏത് കടയിൽ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കമൻറ്റുകൾക്കെല്ലാം മറുപടിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വാച്ച് ചെയ്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ആ വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാക്കി പിന്നെ നമ്മൾ ഇതിന് സപ്ലൈ AC വയർ എടുക്കുവാണ്. കുഴപ്പമില്ലാത്ത നല്ല ഇന്ത്യൻ ടൈപ്പ് ലൂസാകാത്ത നല്ല വയറാണ്. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുവാണ്. 2 വീഡിയോയും കണ്ടു കഴിഞ്ഞ് വരുന്ന കമൻറ്റിന് തീർച്ചയായിട്ടും ഓരോ കമൻറ്റിനും ഞാൻ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ തീർക്കുന്നതായിരിക്കും. എത്ര ഓംസ് സ്പീക്കർ വെക്കണം എല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്ന ഡി ക്ലാസ് ആംപ്ലിഫയറാണ്. അപ്പോൾ ഇവിടെ തകിടാലാണ് ഇതിൻ്റെ അടിച്ചിരിക്കുന്നത്. ഇത് വോൾട്ടേജ് അഡ്ജസ്റ്റാണ്. ഇത് വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് വോൾട്ടേജ് പ്ലസ്, വോൾട്ടേജ് പ്ലസ്, വോൾട്ടേജ് പ്ലസ്, വോൾട്ടേജ് പ്ലസ്. പിന്നെ എർത്ത് AC. ഇങ്ങേയറ്റം AC ലൈൻ ഇന്നാണ്, ഇങ്ങേയറ്റമാണ് AC. നമ്മളതൊന്ന് സോൾഡർ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം പിന്നെ അത് പറഞ്ഞു പോകുമൊന്നുമില്ല. ഡി ക്ലാസ് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യത്തിനുള്ള ആംബിയറുള്ള പവർ സപ്ലൈ കൊടുക്കണം. നല്ല പവർ സപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് നല്ല ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് പവർ സപ്ലൈ ആണ്. ഇതിന് വിലക്കുറവാണ്. നമ്മൾ LED ലൈറ്റിനും ഇത്ര വലുപ്പം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം കൊടുത്ത എൻ്റെ ഫസ്റ്റ് പാർട്ടി ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു പവർ സപ്ലൈ ഉണ്ട്. ആ പവർ സപ്ലൈ ആണ് ബെസ്റ്റ് പവർ സപ്ലൈ ആണ്. അത് ഇന്ത്യൻ മേക്ക് പവർ സപ്ലൈ ആണ്. സൂപ്പർ വർക്കിംഗ് ആണ്. പറ്റുമെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഡബിളാണ് അതിൻ്റെ വില. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് അത് എവിടെ കിട്ടുമെന്നും പറഞ്ഞുതരാം. അപ്പോൾ AC ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. AC ഇൻപുട്ടാണ് ഇതിൻ്റെ ഇടതുവശത്തുള്ള ആദ്യത്തെ ഇൻപുട്ട്. പിന്നെ ഔട്ട്പുട്ട് 12 വോൾട്ടിന് 2 ഔട്ട്പുട്ടുണ്ട്. രണ്ടും പാരൽ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുത്താൽ മതി. LED കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് 2 സപ്ലൈ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് 2 ഔട്ട്പുട്ട് പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. ബാക്കി ഒരെണ്ണമുള്ള എർത്താണ്. അപ്പോൾ നമ്മൾ ഒന്ന് സോൾഡറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് അത് വളച്ച് പറഞ്ഞു പോരി തരാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മളത് ഫിക്സ് ചെയ്ത് എടുക്കുകയാണ്. AC ടൈറ്റ് ചെയ്യുമ്പോൾ ഒട്ടും ഇത് നോക്കരുത്. നല്ലപോലെ വളച്ച് കയറ്റി ഒരിക്കലും ഊരി പോരി തരാത്ത പോലെ നമുക്ക് നല്ല കൺഫേം ചെയ്ത് വേണം ഇത് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ നമ്മൾ മുറുക്കി അടച്ചു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് എടുക്കാം, ഇവിടെ ഒരു വോൾട്ടേജ് എടുക്കാം. 2 എണ്ണം കൊടുക്കാവുന്ന സാധനമുണ്ട്. എർത്തുമുണ്ട്.
എർത്ത് വലിയ ആവശ്യമുള്ള കാര്യമല്ലല്ലോ. ഇതിനിപ്പം നമുക്ക് ഈ സാധനം, ഈ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓണാക്കി ഇടാവുന്ന നല്ലൊരു പവർ സപ്ലൈ ആണ്. ഇത് ഞങ്ങൾ നമ്മൾ എൽ ഇ ഡിക്ക് കൊടുക്കുന്ന പവർ സപ്ലൈ ആണ്, LED പവർ സപ്ലൈ. ഇത് കുറേ എണ്ണം നമ്മളിവിടെ പണ്ട് മേടിച്ച് LED സെയിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ മേടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൂട്ടൊന്നും എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കവറൊന്നും വേണ്ട. മറ്റേ ഈ പവർ സപ്ലൈ ആണെങ്കിൽ നമ്മൾ വേറെ കവറും പെട്ടിയെല്ലാം ഉണ്ടാക്കണം. ഇതല്ല, ഇതിനും കവർ വേണം. അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ആംപ്ലിഫയർ വന്ന വഴി തന്നെ ഇതിൻ്റെ മണ്ടയിലോട്ട് വെച്ച് സെറ്റാക്കി വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. കാരണം എയർ കൂളിങ്ങും ആയിക്കോളും, വേറെ ഒന്നും കൂളിങ്ങിനൊന്നും നടക്കേണ്ട കാര്യമില്ല. ഇതിവിടെ ഇതിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ എടുത്ത വയർ ഇച്ചിരി നീട്ടം കൂടിപ്പോയി. ഇത് കത്തി തരാം, ഇന്ന് കണ്ടിച്ചിവിടെ. പോസിറ്റീവ് നെഗറ്റീവ് ഇത് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ AC കൊടുത്തു കഴിയുമ്പോൾ എന്ത് സാധനം നമ്മൾ കൊടുക്കുമ്പോഴും അതിൻ്റെ വോൾട്ടേജ് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓണായിട്ടുണ്ട്. നമ്മൾ മീറ്റർ എടുത്തിട്ട് നമുക്ക് 24 വോൾട്ടാണ് വേണ്ടത്. ഈ പവർ സപ്ലൈ എത്ര വോൾട്ട് കാണിക്കുന്നുണ്ടെന്ന് നമുക്കിവിടെ നോക്കാൻ പറ്റും. വേണ്ട, ഇല്ലേ, (23.85 വോൾട്ടാണ്. ഞാനൊരു പൊടിക്ക് അത് കുറച്ചാലോ എന്ന് ആലോചിക്കാം. ഒരു 23 മതി. 23 ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് കുറച്ച്, അല്ല 23.5 അങ്ങേയറ്റം. 23.41 അങ്ങനെ ഞാൻ നിർത്തി. ഒരു അര വോൾട്ട് മിച്ചം കുറച്ച്. ഓക്കെ, അങ്ങനെയാണോ വോൾട്ടേജ്? ഓക്കെ. നമ്മളെക്കാളും ബുദ്ധി ചൈനക്കാരനുണ്ട്. കാരണം വെച്ചാൽ 2 പോസിറ്റീവ് അടുത്തിരുന്നാൽ ഷോട്ടിങ് വരികയല്ലോ, 2 നെഗറ്റീവ് അടുത്തിരുന്നാൽ ഷോട്ടിങ് വരത്തില്ലല്ലോ. പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ. AC ഓക്കെ. ഇത് നേരെ ഇങ്ങോട്ട് കുത്തുക. സംഭവം കഴിഞ്ഞു. പൊട്ടിക്കൂടെ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ല ലെൻസി. വലിഞ്ഞു നിൽക്കായിരുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് സപ്ലൈ കുത്തി നോക്കാം. നീല കത്തി. ഓക്കെ ആയി. നമ്മുടെ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. സംഭവം റെഡിയായി.
സ്പീക്കർ കണക്ഷൻസൊക്കെ കൊടുത്താൽ മതി. ഇനി എൻ്റെ നോബ് ഇടാൻ പോവാം. നോബ് ഒന്ന് ഇത് എല്ലാം ഓഫ് പൊസിഷനാണ്. ഇത് ഓണ്, അതിൻ്റെ ഫുള്ള്, ഇത് ഫുള്ള്. ഇതൊരു വെട്ടുണ്ട്, അത് നോക്കി വേണം ഇടാൻ. എല്ലാം ഒരുപോലെ ഇരിക്കാനേ. ഇതുണ്ടോ, എല്ലാം ഒരേപോലെ അതിൻ്റെ വെട്ട് വരും. അങ്ങനെ നോക്കി വേണം അത് ഫിറ്റ് ചെയ്യാൻ. ഇത് ഓൺ ഓഫ് ഉണ്ട്. അതിൽ ഇത് എല്ലാം മിനിമം ചെയ്യുന്നു, ഓളിയും കുറയ്ക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഓളിയും കൺട്രോൾ. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരിക്കുന്നു. പിന്നെ ഇത് നമുക്കിവിടെ ഫിക്സ് ചെയ്യണം. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് നമ്മളൊരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് അതിൻ്റെ മണ്ടയിലിരിക്കാൻ വേണ്ടി. പ്രിയമിൻ്റെ സ്റ്റിക്കറാണ്. അഞ്ച് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇച്ചിരി വില കൂടിയ സ്റ്റിക്കറാണിത്. നമുക്കിനി പൊളിക്കണം. ഇത് പൊളിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇപ്പോൾ നമ്മൾ 1 2 3 5 സ്റ്റിക്കറുണ്ട്. ഒട്ടിച്ചതാണ്, പിന്നെ പൊളിച്ചെടുക്കുക വലിയ പാടാണ്. അപ്പോൾ കറക്റ്റ് നോക്കി നോബൊക്കെ പുറത്തേക്ക് വരുന്ന പോലെ കറക്റ്റ് നോക്കി നമ്മൾ ഒട്ടിക്കുകയാണ്. ഇത് നമ്മളൊരു ഗ്യാപ്പും വന്നോളും ഒട്ടിച്ച് കഴിയുമ്പോൾ. അതേ ഉള്ളൂ. അടിപൊളി, സൂപ്പറല്ലേ? ഒരു പാട്ട് പെട്ടിയാന്ന് ആരെങ്കിലും പറയും. ഇതിനകത്തോട്ട് ആരെങ്കിലും കൈയിട്ടാലും ഒന്നും സംഭവിക്കില്ല, കാരണം 12 വോൾട്ടല്ലേ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് അവരുടെ ഒന്നും ആവശ്യമില്ല. എയർ കൂളിംഗ് സിസ്റ്റം, ഇതിനകത്തൂടെ എയർ കയറി പൊക്കോളും. 12 വോൾട്ടേ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് സബ്വൂഫർ, റൈറ്റ് ലെഫ്റ്റ്, ഓക്സിന്, ബ്ലൂടൂത്ത്, പ്ലസ് മൈനസ്. ഇവിടെ കവറെ പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ട്. ഇൻസി ഇതല്ലേ, ഇവിടെ പ്ലസ് മൈനസ്. ഇത് പവറിൻ്റെ എഴുതിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനി സ്പീക്കർ നമ്മൾ ഉണ്ടാക്കാൻ പോകും. ഇത് കൂട്ടൊരു 4 സ്പീക്കർ ഈ കസ്റ്റമർ തന്നിട്ടുണ്ട്, സോണിയുടെ 4 സ്പീക്കർ. പക്ഷേ ഇതിന് 4 ohms ഉള്ളൂ. 4 ohms ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ പാരൽ ചെയ്താൽ 2 ohms ആയിപ്പോവും. ഓംസ് കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും ആംപ്ലിഫയറിന്. ഓംസ് കൂടിയാൽ ആംപ്ലിഫയറിന് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ നമുക്കിത് 8 ohms ആക്കി മാറ്റാൻ പോവാം. 8 ohms ആക്കി ഈ സ്പീക്കറിനെ നമ്മൾ അടുപ്പിച്ച് 2 എണ്ണം വെച്ച് 8 ohms ആക്കി മാറ്റാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും ഇതിൻ്റെ ഒരു നെഗറ്റീവും കൂടെ ഒന്നിപ്പിക്കണം. ഇത് കൂട്ടി ചെറിയത് കുറച്ചെണ്ണം തരാം. ഇതാണ് ലുക്ക്. പുറത്തേക്ക് വന്ന സാധനം കഴിച്ച് കഴിഞ്ഞാൽ പൊളിച്ച് കളയാന്നുള്ളൂ. ഒരെണ്ണോടെ വേണം അടുത്തത്. അപ്പം നമ്മുടെ കൈവശം പോയ ഹോം തിയേറ്ററിൻ്റെയൊക്കെ സ്പീക്കറുകൾ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ആ സ്പീക്കറുകളെടുത്ത് നമുക്ക് ഈ ഡി ക്ലാസ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കാൻ പറ്റും. ഓംസ് കറക്റ്റ് ചെയ്ത്, അതായത് 2 ohms ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 ohmsൻ്റെ അല്ല 4 ohmsൻ്റെ സ്പീക്കറാണെങ്കിൽ നേരിട്ട് ഒരെണ്ണമായിട്ട് നമുക്ക് കൊടുക്കാം. ഇയാൾ 4 എണ്ണം തന്നതുകൊണ്ട് 2 ചാനലായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം വെച്ച് പാരൽ ചെയ്ത് 8 ohms ആക്കി ഉയർത്തിയത്.
ഓംസ് കൂട്ടുന്നത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇപ്പോൾ ഫുൾ വോളിയം കൊടുക്കുമ്പോഴാണെങ്കിലും ചെറിയ സ്പീക്കറാണല്ലോ. ഇതിന് നല്ല ഇച്ചിരൂടെ വലിയ ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് സ്പീക്കറൊക്കെ ഇതിന് കൊടുക്കാൻ പറ്റും. കാരണം 50 വാട്ട്സ് RMS ഉണ്ട്, അതുപോലെ 500 വാട്ട്സ് PMBO ഉണ്ട്. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. വയറിടുന്ന ലൈൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്പീക്കറിൻ്റെ ഒരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് എടുത്ത് മറ്റേ സ്പീക്കറിൻ്റെ നെഗറ്റീവ് കൊടുക്കണം. അത് എന്നിട്ട് ആ സ്പീക്കറിൻ്റെ പോസിറ്റീവ് എടുത്ത് വേണം നമുക്ക് ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് വേണം ഇപ്പുറത്തെ സ്പീക്കറിൻ്റെ നെഗറ്റീവ് എടുത്ത് വേണം ആംപ്ലിഫയറിൽ കൊടുത്താൽ. അത് നമുക്ക് നല്ലപോലെ ഒരു സ്ലീവൊക്കെ ഇട്ട് ഹീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വെച്ച് ഗ്ലൂ ഗണ്ണൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. വയറുകളെല്ലാം കൂടെ നമ്മളൊന്ന് ഒന്നിച്ചൊന്ന് സെറ്റാക്കി വിടുന്നുള്ളൂ. ഒരു സൈഡിൽ നിന്ന് വരുന്നത് ഇതിന് ബ്ലാക്ക് വരയുണ്ട്, അത് നെഗറ്റീവ് കൊടുക്കണേ. അവിടെ നമ്മൾ കൊടുത്തപ്പോഴും അങ്ങനെ കൊടുത്തിരിക്കുന്നു കേട്ടോ. നമുക്ക് ഒരു സ്പീക്കർ കൊടുത്തതിൻ്റെ വർക്കിംഗ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി പണിക്ക് പോവാം. പാട്ടിട്ടാൽ മതി. അത്ര കേൾപ്പിക്കാൻ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ ചെയ്ത പണികളെല്ലാം ഇരട്ടി പ്രശ്നമാവും. നല്ല വോളിയുണ്ട് ആ കുഞ്ഞ് സ്പീക്കറിൽ നിന്ന്. വോളിയം കേട്ട ഒരു ചെറിയ സ്വല്പം കേട്ടപ്പോഴേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. കുഴപ്പമില്ല. സോണിയുടെ തന്നെ സ്പീക്കറാണ്. ചെറിയ 2 ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറാണ്. ഇതിലുള്ള സ്പീക്കറുകളെല്ലാം നമുക്ക് ഈ ഡീക്കാക്കൾ ആംപ്ലിഫയറിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്ത 2 സ്പീക്കറും കൂടെ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും ഷോർട്ടിംഗ് ഒന്നും വരാത്ത രീതിയിൽ നല്ല സ്ലീവൊക്കെ ഇട്ട് വേണം കൊടുക്കാൻ. സ്ലീവൊക്കെ ഇട്ട് ഒന്ന് ഹീറ്റാക്കി വിട്ട് നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീക്കറും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ തന്നെ അപ്പം നമ്മൾ 4 സ്പീക്കർ 4.1 ഉള്ള ഒരു സോണിയുടെ 4 സ്പീക്കർ കിട്ടിയതിനെ അത് നമ്മൾ 2 ചാനലാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും. പോസിറ്റീവ് എടുത്ത് നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് എടുത്ത് പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ സീരീസ് കണക്ഷനാണ്. പാരലാണെങ്കിൽ പോസിറ്റീവ് കൂടെ കൊടുക്കുക, നെഗറ്റീവ് കൂടെ കൊടുക്കുക. പാരലായി കഴിഞ്ഞാൽ ഓംസ് കുറയും, സീരീസ് ആയി കഴിഞ്ഞാൽ ഓംസ് ഇരട്ടിയാവും. കേട്ടോ? ഇതിവിടെ അടച്ച് നമ്മൾ ഗ്ലൂ ഗണ്ണിട്ട് അടച്ചു. ഈ ഇത് തിരിക്കാതിരിക്കാൻ അതും നമ്മൾ ക്ലോസ് ചെയ്യണം. ചില ആൾക്കാർക്കുണ്ടല്ലോ എന്നാലും കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ച് തിരിക്കണമെന്ന്. അതുകൊണ്ട് അതും നമ്മൾ ക്ലോസ് ചെയ്തു, വോൾട്ടേജും. ഓക്കെ. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും കൂടെ ഇത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഇവരിതൊരു മറിക്കാവുന്ന ഒരു കവറായിട്ട് വെച്ചിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു കവർ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു കവർ വല്ലതും ഒട്ടിച്ച് വെക്കണം. നമ്മൾ ഈ സ്പീക്കറിൻ്റെ വയറുകൾ അറ്റം നമ്മൾ ശരിക്കും സോൾഡർ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ 2 സ്പീക്കർ ഇപ്പോൾ കണക്ട് ചെയ്തു. ഈ 2 സ്പീക്കർ കണക്ട് ചെയ്ത് വെച്ച് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇനി നമുക്ക് സബ് ഊഫർ റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടോ, ഇത് വീഡിയോ ഓടുന്നു പറഞ്ഞാൽ കാനഡയിലുള്ള എൻ്റെ അനുജൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ അനിയൻ്റെ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. അത് ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ കോക്കനട്ട്സ് ഇൻ കാനഡ എന്നാണ് ആ ചാനലിൻ്റെ പേര്, കോക്കനട്ട്സ് ഇൻ കാനഡ. അപ്പോൾ അതിലെ ഒരു രംഗമാണ് ഇപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വെറുതെ നമ്മളൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി സബ് ഊഫറിലേക്ക് കിടക്കാം. സബ് ഊഫറിൻ്റെ വയറുകൾ അവർ കൊടുത്തിരിക്കുന്ന വയറ് ഒരു ഗേജ് കൂടിയ ഒരു വലിയ വയറാണ്. അതായത് നമ്മൾ AC വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വയറാണ്. ആ വയറ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ സാറിന് DC സ്പീക്കറിന് കൊടുക്കുന്ന നല്ല ഗേജ് കൂടിയ വയറ് കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, സബ് ഊഫറൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൻ്റെ വർക്ക് തീരും. അപ്പോൾ ഈ ഊഫർ അയാൾ കൊണ്ടുവന്നതാണ്, 2 സ്പീക്കറും അയാൾ കൊണ്ടുവന്നതാണ്, പിന്നെ ആംപ്ലിഫയർ അയാൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്താണ്. ശരിക്കും അവർക്ക് അതിൻ്റെ സെറ്റുകളെല്ലാം പോയതാണ്. പോയ ഒരു സാധനത്തിനെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ലൊരു സെറ്റപ്പാക്കി ഒരു ചെറിയ ചിലവിൽ, വളരെ തുച്ഛമായ ചിലവിൽ ഒരു അടിപൊളി ആംപ്ലിഫയർ ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാം. നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന സ്പീക്കറുകൾ ഏത് സ്പീക്കറും ആയിക്കോട്ടെ, ഓംസ് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ്, ഇതിൻ്റെ വീഡിയോയും കൂടെ കണ്ടിട്ട് ആൾക്കാരുടെ കുറച്ച് കമൻറ്റ് കൂടെ വന്നോട്ടെന്ന് ഓർത്താം. മറ്റേതിൻ്റെ അകത്ത് ഒത്തിരി കമൻറ്റ് 50-60 കമൻറ്റുകളുമായി. എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി തരും, കൃത്യമായിട്ട് മറുപടി വരും. ഈ വർക്കിൻ്റെ ഇടയ്ക്ക് ഒട്ടും സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ മറുപടി തരാത്തത്. അപ്പോൾ ഈ വീഡിയോയും കൂടെ ആയെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. മറ്റേ നമ്മൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ഓടിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ഈ ചെറിയ സ്പീക്കർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം ഒന്ന് സോൾഡർ ചെയ്ത് വിട്ടേക്കണം. അവിടെ ഒരു സ്ക്രൂ ഉള്ളതാണ്, ആ സ്ക്രൂ ഒക്കെ മിസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ കറക്റ്റ് സ്ക്രൂ ഒന്നും നമ്മുടെ കയ്യിലില്ല. സ്ക്രൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ചെയ്താൽ മതി. പക്ഷേ സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് വെറുതെ കെട്ടി വിട്ടാൽ പോരാ. നല്ലപോലെ ലെഡിട്ട് ശരിക്കും, അത് കോപ്പർ വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കോപ്പർ വയറും ആ ബോഡിയുടെ ആ സാധനം തമ്മിൽ ഒരു തൊള്ളി പോലും അനങ്ങാത്ത രീതിയിൽ നല്ലപോലെ അടിപൊളിയായിട്ട് നമ്മളിത് സോൾഡർ ചെയ്യണം. അതിനകത്ത് ലെഡ് ഒന്നും ലാഭം നോക്കരുത്, കാരണം സബ് ഊഫറാണ്, നല്ല പവറാണ്. ശരിക്കും ഈ ആംപ്ലിഫയറൊക്കെ കൂടുതൽ കുഴപ്പങ്ങൾ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കണക്ഷൻ ലൂസിലാണ് ഏറ്റവും കൂടുതൽ ഈ ആംപ്ലിഫയറുകൾക്ക് D ക്ലാസ്സിനൊക്കെ കംപ്ലൈൻറ്റ് വരുന്നത്. ലൂസ്, സ്പാർക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരു 2 ആംപ്ലിഫയർ പോയെന്ന് പറഞ്ഞു. 2 ആംപ്ലിഫയർ പോയെന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുന്നു. പക്ഷേ അത് ആംപ്ലിഫയർ പോയതിന് കാരണം ഒന്നെങ്കിൽ ഓംസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ പവർ സപ്ലൈ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് എന്താണ് വേണ്ടത്, എത്ര ഓംസാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻസിന് ലൂസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവർ സ്ക്രൂ എല്ലാം ഇട്ടിരിക്കുന്നതിന് കാര്യം. D ക്ലാസ് ആംപ്ലിഫയർ വളരെ വിജയകരമായ ഒരു ആംപ്ലിഫയർ ആണ്. കാരണം അത് സോണി തെളിയിച്ചിട്ടുണ്ട്. സോണിയുടെ പഴയ ഹോം തിയേറ്ററുകൾ മുഴുവൻ D ക്ലാസ് ആംപ്ലിഫയറിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എത്ര വർഷമായെന്നറിയാമോ? 20, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഒരു പഴയത്, 20 വർഷത്തിന് മേളിൽ പഴക്കമുള്ള. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഈ ടെക്നോളജി ഇപ്പോഴാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത്. ഈ വലിയ കമ്പനികൾ ഒരു ടെക്നോളജി കണ്ടുപിടിച്ച് അവർ പേറ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണിത്. പക്ഷേ എന്നാലും സോണി അത് ന്യായമായ വിലയ്ക്ക് പല രീതിയിലും ഇപ്പം നമ്മളൊരു D40 എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. D40 ഇതേ ആംപ്ലിഫയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇച്ചിരിയുടെ പവർ കുറഞ്ഞ ഇത് ചെയ്തിരിക്കുന്നുള്ളൂ. അങ്ങനെ സോണിയുടെ കംപ്ലീറ്റ് ആംപ്ലിഫയറുകൾ, അതായത് ഒരു 10-20 വർഷം മുമ്പുള്ള വലിയ സിസ്റ്റം ഒഴിച്ചുള്ള ബാക്കിയുള്ള മിക്കവാറും സിസ്റ്റത്തേലും D ക്ലാസ് ചെയ്തിട്ടുള്ള സിസ്റ്റം സോണിക്കുണ്ട്. അപ്പം അത്ര നല്ല ഒരു സംഭവമാണിത്. ഇത് ആര് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അത് വേൾഡിൽ ഭയങ്കര സക്സസ് ആണെന്ന് തെളിയിച്ച ഒരു ആംപ്ലിഫയറാണിത്. ഇനി ഈ ആംപ്ലിഫയറിൻ്റെ കാലമാണ്. ഈ ആംപ്ലിഫയർ ഇത്രയും ചെറിയ തുകയ്ക്ക് കിട്ടുമ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ IC ആംപ്ലിഫയറോ ഈ മോസ്ഫെറ്റ് ആംപ്ലിഫയറോ ഒന്നും മേടിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അതിന് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഇരട്ടി ക്വാളിറ്റി ഉണ്ട് ഈ D ക്ലാസ് ആംപ്ലിഫയറിന്. ഇതൊരു മുട്ടുസൂചി വീണാൽ പോലും അറിയാൻ പറ്റും
മറ്റേതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബാസ് മാത്രമേ ഉള്ളൂ, അതിന് ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനമില്ല. ഇത് പക്ക ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി എന്നാ ബാസ് എന്നാന്ന് അറിയണമെങ്കിൽ നമ്മൾ ബോസിൻ്റെ ഒരു ഹോം തിയേറ്റർ എടുത്ത് കേട്ട് നോക്കണം. ബോസിൻ്റെ ഹോം തിയേറ്റർ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ബോസിൻ്റെ ഒരു ഹോം തിയേറ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ ബോസിൻ്റെ ഹോം തിയേറ്റർ ഞാൻ കേട്ട പിന്നെ ഞാൻ ബോസിൻ്റെ ആരാധനായ. പക്ഷെ അതിന് ബാസ് വളരെ കുറവാണ്, പക്ഷെ ഭയങ്കര ക്ലാരിറ്റിയാണ്. എന്നാൽ പക്ഷേ നമ്മുടെ ഡി ക്ലാസ് ആംപ്ലിഫയറിൽ ബാസും ഉണ്ട്, ക്ലാരിറ്റിയും ഉണ്ട്, എല്ലാം ഉണ്ട്. അത്ര മനോഹരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒരെണ്ണം മേടിച്ച് ചെയ്തു നോക്കുക. സ്പീക്കറൊക്കെ വെറുതെ ഇരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് പാടട്ടെ, അടിച്ച് തകർക്കട്ടെ. പിന്നെ ഓക്സിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ് ഇൻപുട്ട് ഇതിനുണ്ട്. നമുക്ക് ടി വിയുടെ ഹെഡ്ഫോൺ ഔട്ടെന്നെടുത്ത് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ടിലേക്ക് കൊടുത്താൽ മതി. ഒരു സ്വിച്ച് പോലും മാറ്റേണ്ട കാര്യമില്ല. അത് പിന്ന് കുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓക്സിലേക്ക് വർക്ക് ചെയ്തോളും. ഞാൻ ടി വിയെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ടി വിയെ കണക്ട് ചെയ്ത് ടി വിയുടെ ഹെഡ്ഫോൺ ഔട്ട് എടുത്ത്, പുതിയ ടി വിക്കെല്ലാം ഹെഡ്ഫോൺ ഔട്ടുണ്ട്, ആ ഹെഡ്ഫോൺ ഔട്ട് എടുത്ത് നേരെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലൂടൂത്ത് കട്ടായി, ബ്ലൂടൂത്ത് മാറിയിട്ട് ഇതിലേക്ക് ഇത് വരും. അപ്പം ഊഫറും കൂടെ കൊടുത്ത് എല്ലാം നല്ല വർക്കിംഗ് ആണ്. എൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഓർക്കുന്നു. എന്ത് അഭിപ്രായം നിങ്ങൾക്ക് തുറന്നു പറയാം. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്ന സ്വഭാവമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തും പറയാം. നമുക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരുത്താം. നിങ്ങൾ പറയുന്നത് അനുസരിച്ചാണല്ലോ നമ്മൾ തെറ്റുകൾ തിരുത്തത്തുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ വോൾട്ടേജുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഫൈനലായിട്ട് ചെക്കപ്പ് ചെയ്യുകയാണ്. വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് എങ്ങനെയുണ്ടെന്നെല്ലാം നോക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഓഡിയോയും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ ചാനൽ നിർത്താം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കാണുക. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ പാർട്ടും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡി ക്ലാസ് ആംപ്ലിഫയറിനെ കുറിച്ച് ഉള്ളൊരു ശരിക്കായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പം തീർച്ചയായിട്ടും ഇത് എവിടെ കിട്ടുമെന്നും എങ്ങനെ നമ്മൾ അസംബിൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തു തന്നത്. നമുക്ക് ഒട്ടും അറിയത്തില്ലാത്തവർക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച്, നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. കാരണം ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ 10-35 വർഷമായിട്ട് ചെയ്യുന്ന തൊഴിലാണ്. അപ്പോൾ ഈ തൊഴിലിനകത്ത് നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ കേട്ട് നിങ്ങളത് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്കും അതുകൊണ്ടുള്ള ഗുണം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓഡിയോ ചെക്ക് ചെയ്യാം. मेरे मगर तू की करदी, कह गल बस तू ही जादी।